മലയാളം സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഡിവൈഎസ്പിയും ശാരികയും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ ഡിവൈഎസ്പി പറയുകയാണ്, ഇനിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ്, ഇനിയെല്ലാം ശാരികയുടെ കൈകളിലാണ്, നമ്മൾ നിയന്ത്രിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. രാഖിയുടെയും രാജീവിൻ്റെയും ജീവിതം ഇനി ശാരികയുടെ കൈകളിൽ ഇരിക്കും എന്നൊക്കെ പറയുമ്പോൾ ശാരികയും പറയുകയാണ്, അതെ, അതങ്ങനെ തന്നെയാണ്, ഞാൻ തീരുമാനിക്കും ഇനി എങ്ങനെയാണെന്ന്, അവർക്ക് ഇനി അവരുടെ ലൈഫ് തീരുമാനിക്കാനുള്ള യാതൊരു സ്പേസും ഞാൻ കൊടുക്കില്ല എന്നൊക്കെ ശാരിക പറയുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ കൈയൊക്കെ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് പിരിയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഡിവൈഎസ്പി ഡാഡിയുടെ വീട്ടിൽ വന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ പോലീസ് ജീപ്പ് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ രാജീവിനും രാഖിയും വീടിനകത്ത് ഇരുന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആരതി ചേച്ചി വന്നിട്ട്, എന്താ പ്രശ്നം, നിങ്ങൾ എന്നോടെങ്കിലും ഒന്ന് പറ, ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, എന്തിനാണ് ഇപ്പോൾ പോലീസ് വന്നിരിക്കുന്നത്, എന്താണെങ്കിലും എന്നോട് പറ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും തന്നെ ഡിവൈഎസ്പി പറഞ്ഞിട്ട് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് അവരെ അകത്തു നിന്നും പുറത്തേക്ക് ഇറക്കി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പുറത്തേക്ക് വന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഡിവൈഎസ്പി ആരതി ചേച്ചിയോട് പറയുന്നു, ഡോർ അടച്ചോളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവരോട് ചോദിച്ചറിയാനുണ്ട്, നിങ്ങൾ അകത്ത് തന്നെ നിന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ആരതി ചേച്ചി ഡോർ അടിച്ചു കഴിയുമ്പോഴേക്കും ഇവർ പുറത്തേക്ക് വരുന്നു. ഡിവൈഎസ്പി എടുത്ത വഴി തന്നെ അവർ വരുമ്പോൾ തന്നെ അവരോട് ചോദിക്കുന്നത് നിങ്ങളുടെ കാർ എവിടെയെന്നാണ്. അപ്പോൾ അവർ കാറ് അത് ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുക, ഞങ്ങൾ ആ ടെൻഷനിലായിരുന്നു, ഇന്നലെ രാത്രി കൊണ്ട് ഇട്ടതാണ്, ഇപ്പോൾ കാണുന്നില്ല, അത് ഞങ്ങൾ പരാതി പറയാൻ വേണ്ടി വരികയായിരുന്നു പറയുമ്പോൾ, ഓ അങ്ങനെയാണല്ലേ, എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, നിങ്ങളുടെ കാറ് ഇന്നലെ രാഖി ഓടിച്ചപ്പോൾ അതിനകത്തൊരു പൊതിക്കെട്ട് ഉണ്ടായിരുന്നു, ഒരു ചാക്കുകെട്ട് ഉണ്ടായിരുന്നു, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ കാറിൽ ചാക്കൊന്നും കയറ്റാറില്ല എന്ന് പറയുമ്പോൾ, കയറ്റാറില്ലായിരിക്കും, പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്നു, അതിനുള്ള തെളിവുകളും ഉണ്ടെന്ന് അവരോട് പറയുകയാണ്. നിഷേധിക്കുകയാണ്, അവർ സമ്മതിച്ചു കൊടുക്കുന്നില്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും കയറ്റിയിട്ടില്ല, രാഖി ഓടിച്ചപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല, ഇന്നലെ രാത്രി കൊണ്ടിട്ടാണ്, ഇപ്പോൾ അത് മിസ്സിംഗ് ആണെന്നൊക്കെ വീണ്ടും പറയുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് അതിനുള്ള തെളിവുകളുണ്ട്, നിങ്ങളത് ഒരുമിച്ച് നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് എന്തോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് എന്തായിരുന്നു ചാക്കട്ടിൽ നിന്നും ഞങ്ങൾക്കറിയാം, എത്രയും പെട്ടെന്ന് കാറുമായി നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതാണ് നല്ലത്, ഞങ്ങളവിടെ കാത്തിരിക്കുന്നു പറഞ്ഞിട്ട് ഡിവൈഎസ്പി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആകെ അവർ ടെൻഷൻ ആവുകയാണ്. ശേഷം ജഗന്നാഥനെയാണ് കാണിക്കുന്നത്. ജഗന്നാഥൻ്റെ കാർ ഓടിച്ചു പോകുമ്പോൾ ഒപ്പം വേറൊരാളുണ്ട്, അയാളുടെ പേര് തോമസ് എന്നാണ്. അയാളോട് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പെട്ടെന്ന് സംഭവിച്ചു, ഒരു സ്കൂൾ കുട്ടിയാണ് വണ്ടി ഇടിച്ചത്, ഞാൻ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു സ്ഥലത്ത് വന്ന് വണ്ടി നിർത്തിയിട്ട് തോമസ് എന്ന ആളെയും കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ രാജീവിൻ്റെ കാറ് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കാറാണ്, എന്തായാലും ഇത്രയും നല്ലൊരു കാറ് ഇവിടെ കൊണ്ടിടാൻ സാറിന് എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിക്കുക. ഒരു 4-5 ദിവസത്തേക്ക് ഈ കാറിന് താൻ കാവലായിരിക്കണം എന്ന് പറയുകയാണ്. അത് ഞാൻ ഏറ്റു, സാർ പോകുന്നതിന് മുമ്പ് ഈ കാറിൻ്റെ ഒരു ഫോട്ടോ കൂടി എടുത്തിട്ട് പൊക്കോന്ന് പറയുകയാണ്. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ തിരികെ തരുമ്പോൾ ഈ കാർ ഇങ്ങനെ തന്നെയാണെന്ന് ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ, എനിക്ക് തോമസിന് വിശ്വാസമാണെന്നും പറഞ്ഞിട്ട് തോമസ് എന്തായാലും ഇവിടെ നിന്നിട്ട് ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് വെള്ളമൊക്കെ ആവശ്യത്തിന് മേടിച്ച് കുടിച്ചു, ഇപ്പോൾ എന്തായാലും 2 ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് വന്ന് പറഞ്ഞിട്ട് അയാളെ നിർബന്ധിച്ച് അങ്ങോട്ട് വിടുകയാണ്. എന്നിട്ട് ആ സമയത്ത് പോയിട്ട് ഡിക്കി തുറന്ന് നോക്കുന്നുണ്ട് ജഗന്നാഥൻ. അപ്പോൾ ജഗന്നാഥൻ ആലോചിക്കുന്നുണ്ട്, രാജീവൻ വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് ഒരു ദിവസം കഴിഞ്ഞാൽ അഴുകി തുടങ്ങും, ഇപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞിട്ട് ആ ചാക്കുകെട്ട് തുറന്നിരിക്കുന്ന ചാക്കുകെട്ട് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ കൈയൊക്കെ കൊണ്ട് ഒരു പച്ചിലയും കൊണ്ട് തുടയ്ക്കുന്നുണ്ട്, എന്തോ കയ്യിൽ അഴുക്ക് പറ്റിയെന്നൊക്കെ വെച്ചിട്ട്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇല്ലത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് എടുത്ത പടി തന്നെ അവിടെ സൈഡിലിരിക്കുന്ന ടാപ്പ് പോയി തുറന്ന് കൈ കഴുകുന്നതാണ് കാണിക്കുന്നത്. ബോഡി മറവ് ചെയ്തതായിട്ട് കാണിക്കുന്നില്ല, പക്ഷെ അതിൽ നിന്നും ബോഡി മറവ് ചെയ്തതെന്നായിരിക്കണം മിക്കവാറും ഉദ്ദേശിക്കുന്നത്. എന്തായാലും യോഗേശ്വരൻ്റെ അത് ശ്രദ്ധിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു പുതിയ ശീലം വന്ന വഴി തന്നെ കൈയൊക്കെ കഴുകിയിട്ട് വരുന്നു, നമ്മൾ കയ്യിലെന്തോ ഓയിലോ എന്തോ പറ്റിയിട്ടുണ്ട്, അതൊന്ന് കഴുകി കളഞ്ഞാണെന്നൊക്കെ പറയുമ്പോൾ, നീ എന്താ ഇത്രയും ലേറ്റാണ്, നീ എവിടെ പോയതായിരുന്നു, ഇത്ര സമയം എന്തായിരുന്നു, നീ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാത്തതാണല്ലോ, അപ്പോൾ നീ കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാണ്, കണ്ട് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല, എന്തായാലും നല്ല വിശപ്പുണ്ട്, ഫുഡ് എടുത്തോളാൻ പറഞ്ഞിട്ട് വിടുകയാണ്. അപ്പോൾ യോഗേശ്വരൻ്റെ അകത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ രാജീവിൻ്റെ കോൾ വരികയാണ്. രാജീവൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഞങ്ങളുടെ ഈ സാഹചര്യം മുതലാക്കി വില പേശരുത്, ഞങ്ങളിന്ന് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ വീണ്ടും പറഞ്ഞു നോക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനില്ല, ശാരികയുടെ സ്വത്തുക്കൾ എൻ്റെ പേരിലേക്ക് എഴുതി വെച്ചാൽ നിങ്ങളുടെ കാറ് ഞാൻ വിട്ടു തന്നേക്കാം എന്ന് തന്നെ തീർത്ത് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശാരിക അവിടെ വരികയാണ്. പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുന്നു. ശാരിക വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരെയാണ് കോൾ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ കാനഡയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ സംസാരിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ, ഈ സമയത്ത് അവിടെ രാത്രിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. രാത്രിയിൽ ഉറങ്ങാത്ത ആളുകൾ അവിടെയും ഉണ്ടെന്നൊക്കെ മറുപടിയും പറയുകയാണ്. രാരി അകത്തേക്ക് കയറി പോകുന്നു. അതിനുശേഷം കാണിക്കുന്ന രാരിയുടെ വീടാണ്. രാരിയുടെ വീട്ടിൽ രാജീവിനും രാഖിയും ആകെ ടെൻഷൻ അടിച്ച് ഈ സമ്മർദ്ദത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ മോചനം നമുക്ക് കിട്ടും എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ
ഇവരാകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും അവർ പരസ്പരം പറയുന്നുണ്ട്, ഇനി നമ്മൾ ഈശ്വരൻ തന്നെ കൈവിട്ടെന്നാണോ, ഇതിൽ നിന്നും എനിക്ക് ഒന്നും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവൻ രാഗിയാകെ വിഷമിച്ച് നിൽക്കുമ്പോൾ ആരതിയും അങ്ങോട്ട് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് പറ, ഇന്നലെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് പർച്ചേസിന് പോയപ്പോൾ മുതൽ തിരിച്ച് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, രണ്ടുപേരും നല്ല ടെൻഷനിലാണ്, ഉരുകിയാണ് നിൽക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. എന്താണെങ്കിലും എന്നോട് പറയും, ഇത്രയും നാൾ ഞാനും ലളിതാമ്മയും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ, എന്താണെന്ന് വെച്ചാൽ പറയുന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല എന്ന് തന്നെ തീർത്ത് പറയുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്നോടൊന്നും പറയേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആരതി ചേച്ചി അകത്തേക്ക് പോവുകയാണ്. ഗീതയുടെയുമായിട്ട് ആരതി ചേച്ചി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ തലേ ദിവസം വന്ന് രാഖി ഇവിടെ വന്ന് കരഞ്ഞ കാര്യവും ജയേട്ടനോട് സംസാരിച്ച കാര്യമൊക്കെ പറയുമ്പോൾ ഗീതയുടെ അപ്പോൾ അറിയുന്നേ ഉള്ളൂ, എന്തായാലും അത് ജയേട്ടനോട് തന്നെ ചോദിച്ചേക്കാമെന്ന് പറഞ്ഞ് ജയേട്ടനോട് ചോദിക്കുമ്പോൾ ജയേട്ടൻ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നീ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവൾ വന്നിരുന്നു, ഞാൻ അത് ഫോണിൽ കൂടി പറഞ്ഞെന്നാണ് ഞാൻ ഓർത്തിരുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് അവൾ കരഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് വിവാഹ വാർഷികം ഇങ്ങനെ രഹസ്യമായി ആഘോഷിൻ്റെ വിഷമത്തിലാണെന്ന് പറഞ്ഞ് തടിതപ്പുകയാണ്. ശേഷം ജഗന്നാഥനും രാജീവനും തമ്മിലുള്ള കണ്ടുമുട്ടലാണ് കാണിക്കുന്നത്. ജഗന്നാഥനോട് വീണ്ടും രാജീവൻ പറയുകയാണ്, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഞങ്ങളുടെ ഈ വിഷമ ഘട്ടത്തിൽ നിങ്ങൾ കൂടെ നിൽക്കണം, ഞങ്ങളോട് ഇങ്ങനെ വില പേശരുതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരിട്ട് സംസാരിച്ചതൊന്നും പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല, എനിക്ക് ഇത്രേ പറയാനുള്ള, ശാരികയുടെ സ്വത്തെല്ലാം എനിക്ക് തിരിച്ചു എഴുതി തരണം, എനിക്ക് അവളെ വേണം, നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും, ജയിലിൽ പോയി കിടക്കേണ്ടി വരും, ഞാൻ നിങ്ങളുടെ കാറ് പോലീസിനെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളതെന്ന് പറഞ്ഞ് ജഗന്നാഥനെ തിരിച്ചു കൊന്നാണ് കാണിക്കുന്നത്.